ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓപ്ഷൻ പ്രൈസിങ്. അപ്പോൾ ഓപ്ഷൻ പ്രൈസിങ് എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എന്താണ് ഓപ്ഷൻ പ്രൈസിങ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ്, കോൾ ഓപ്ഷൻ ആയാലും പുട്ട് ഓപ്ഷൻ ആയാലും അതിൽ നമ്മൾ എന്ത് പ്രീമിയം ആണോ അതിൽ ഫിക്സ് ചെയ്യുന്ന ആ പ്രീമിയം എമൗണ്ടിനെയാണ് ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഓപ്ഷൻ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ പ്രീമിയം നമ്മൾ പറഞ്ഞു, ഓപ്ഷൻ പ്രീമിയം ഇസ് ഈക്വൽ ടു ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ. സോ ടൈം വാല്യൂവും ഇൻട്രിൻസിക് വാല്യൂവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഓപ്ഷൻ പ്രീമിയം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫാക്ടർ, ഓപ്ഷൻ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കറൻറ്റ് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, അപ്പോൾ കറൻറ്റ് പ്രൈസാണ്. അതായത് എന്താണോ നമ്മളുടെ അണ്ടർലൈങ് അസറ്റ്, ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ എന്താണോ അണ്ടർലൈങ് അസറ്റ്, ഷെയർ ആണെങ്കിൽ ഷെയർ, കമ്മോഡിറ്റി ആണെങ്കിൽ കമ്മോഡിറ്റി, എന്ത് അസറ്റിന് ബേസ് ചെയ്തിട്ടാണോ നമ്മളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുക്കുന്നത് അതിൻ്റെ ഇപ്പോൾ മാർക്കറ്റിലുള്ള കറൻറ്റ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓപ്ഷൻ പ്രൈസ് പ്രീമിയം ഉണ്ടാവുക. When the price of the underlying or current price of the asset changes, the price or value of the option also changes. മാർക്കറ്റിൽ അസറ്റിൻ്റെ കറൻറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ ഓപ്ഷൻ്റെ പ്രൈസും ഇൻക്രീസും ഡിക്രീസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. The price of the call option is determined by the difference of spot price and the exercise price. ഒരു കോൾ ഓപ്ഷൻ്റെ പ്രൈസ് പ്രീമിയം എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്പോട്ട് പ്രൈസും എക്സസൈസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ്. Higher the asset price, higher the differential and hence the price or value of the call. അപ്പോൾ അസറ്റ് പ്രൈസ് ഇൻക്രീസ്, ഇപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ആകുമ്പോൾ നമുക്കറിയാം കോൾ ഓപ്ഷൻ നമുക്ക് ബെനിഫിറ്റ് ആവുക ഇൻക്രീസ്, നമ്മൾ ഫ്യൂച്ചറിലുള്ള പ്രൈസിൻ്റെ ഇൻക്രീസിനെ ഹെഡ്ജ് ചെയ്യാനാണ് നമ്മളൊരു കോൾ ഓപ്ഷൻ എടുക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരു അസറ്റ് മേടിക്കാനുള്ള അഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് അഗ്രി ചെയ്ത വിലനേക്കാളും അസറ്റ് മാർക്കറ്റിൽ പ്രൈസ് കൂടുകയാണെങ്കിൽ ആ പ്രൈസ് കൂടിയ വിലക്ക് മേടിക്കാതെ നമ്മൾ അഗ്രി ചെയ്ത ഡേറ്റിൽ മേടിക്കാനാണ് കോൾ ഓപ്ഷൻ എടുക്കുന്നത്. സോ കോൾ ഓപ്ഷൻ പ്രൈസ് കൂടുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാവുക. കാരണം കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാർക്കറ്റിലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതോറും നമുക്ക് ലാഭമാണ്. അപ്പോൾ എത്രത്തോളം ലോവറാണ് സ്ട്രൈക്ക് പ്രൈസ്, ഫോർ എക്സാമ്പിൾ ഇന്ന് മാർക്കറ്റിൽ 100 രൂപയാണ് ഒരു അസറ്റിൻ്റെ വില, ആ അസറ്റ് നമ്മൾ കോൾ ഓപ്ഷൻ 90 റുപ്പീസിന് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ലാഭമാണ് അല്ലേ. 100 രൂപക്ക് മാർക്കറ്റിൽ പോയി മേടിക്കേണ്ട ഒരു സാധനം നമുക്ക് കോൾ ഓപ്ഷൻ ഫ്യൂച്ചറിൽ മേടിക്കാൻ അതിനേക്കാളും ലോവർ പ്രൈസിൽ കിട്ടുകയാണ്. സോ ഒരു കോൾ ഓപ്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് ലോവർ ആണെങ്കിലാണ് അഡ്വാൻറ്റേജ്, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഹയർ ആകുമ്പോഴാണ്. സോ ഫോർ എ കോൾ ഓപ്ഷൻ, ഓപ്ഷൻ പ്രൈസ് റൈസസ് ആസ് ദ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോൾ ഓപ്ഷൻ്റെ പ്രൈസും ഇൻക്രീസ് ആവും. സോ മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യണം. നമ്മൾ 90 റുപ്പീസിനാണ് ഒരു കോൾ ഓപ്ഷൻ കിട്ടിയത്, അപ്പോൾ മാർക്കറ്റിൽ അതിനേക്കാളും വില ഉണ്ട്, 150 രൂപ ഉണ്ട്, 200 രൂപ ഉണ്ട്. അങ്ങനെ മാർക്കറ്റിൽ ഇൻക്രീസ്ഡ് വിലയാണെങ്കിൽ നമ്മൾ അതിനേക്കാളും കുറവ് പൈസക്കാണ് ഒരു കോൾ ഓപ്ഷൻ മേടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പ്രീമിയം എമൗണ്ടും കൂടും. ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസ് പറയുകയാണെങ്കിലോ, പുട്ട് ഓപ്ഷൻ നമുക്ക് അഡ്വാൻറ്റേജ് എപ്പോഴാണ്, പ്രൈസ് മാർക്കറ്റിൽ ലോവർ ആവുമ്പോൾ. കാരണം നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നത് നമ്മൾ അഗ്രി ചെയ്ത പ്രൈസിൽ അസറ്റ് സെല്ല് ചെയ്യാനാണ്. ഇപ്പോൾ 90 റുപ്പീസിന് സെല്ല് ചെയ്യാനുള്ള ഒരു അഗ്രിമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ 50 രൂപയാണ് വില, പക്ഷേ നമ്മൾ അഗ്രി ചെയ്തത് 90 രൂപക്ക് വിൽക്കാനുള്ളൊരു ഡേറ്റിൽ, ഫ്യൂച്ചർ ഡേറ്റിൽ വിൽക്കാനുള്ളതാണ്. സോ നമുക്ക് ലാഭമാണ്. സോ മാർക്കറ്റിൽ പ്രൈസ് കുറയും തോറും എന്താവും, ഒരു പുട്ട് ഓപ്ഷൻ്റെ വില ഇൻക്രീസ് ആവും. ഓക്കെ, so as the current price goes up, the higher is the profitability that the call is in the money. As a result, the call price will increase. ഇപ്പോൾ കോൾ ഓപ്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോൾ ഓപ്ഷൻ്റെ പ്രൈസും ഇൻക്രീസ് ആവും. പുട്ട് ഓപ്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഇവിടെ പറയുന്നത് വാല്യൂ ഓഫ് ദ പുട്ട് ഫോൾസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ദ അസറ്റ് എന്നാണ്. മാർക്കറ്റിൽ അസറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും തോറും പുട്ട് ഓപ്ഷൻ്റെ വില കുറയും. കാരണം ഇപ്പോൾ നമ്മൾ 90 രൂപക്ക് വിൽക്കാനുള്ള ഒരു അഗ്രിമെൻ്റാണ് മേടിച്ചതെന്ന് വെക്കുക, അപ്പോൾ മാർക്കറ്റിൽ അതിനേക്കാളും വില കൂടുകയാണ്, 200 രൂപയ്ക്കാണ് മാർക്കറ്റിലെ വില എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും കുറഞ്ഞ വിലക്കാണ് വിൽക്കാൻ നമ്മൾ അഗ്രിമെൻ്റ് എടുത്തത്. സോ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓരോ മാർക്കറ്റിലുള്ള പ്രൈസ് അനുസരിച്ച് നമ്മളുടെ ഓരോ ഓപ്ഷൻ്റെയും വില മാറുന്നുണ്ട്. ഇപ്പോൾ കോൾ ഓപ്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു മേടിക്കുന്ന ആൾക്ക് ഫേവറബിൾ ഇൻക്രീസ് ഇൻ പ്രൈസാണ് മാർക്കറ്റിൽ. ഓക്കെ, പക്ഷേ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് എന്താണ്, നമുക്ക് ഈ കോൾ ഓപ്ഷൻ തരുന്ന ആൾക്ക്
ലോസ് ആണ്. സോ അയാൾ ഹയർ പ്രീമിയം മേടിക്കും. പുട്ട് ഓപ്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് മേടിക്കുന്ന ആൾക്ക് ഫേവറബിൾ നമ്മൾ മേടിച്ച പുട്ട് ഓപ്ഷൻ എടുത്തതിനേക്കാളും ലോവർ ആവുമ്പോഴാണ്. പക്ഷെ ലോവർ ആവുമ്പോൾ അയാൾക്ക് എന്താണ് അത് നഷ്ടമാണ്. സോ അതിന് ഓപ്ഷൻ്റെ പ്രൈസ് കൂടും. സോ ഇതാണ് രണ്ടിൻ്റെയും കേസ്. ഇനി നെക്സ്റ്റ് വൺ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്നാണ്. എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മളൊരു കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ, ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ അഗ്രി ചെയ്യുന്ന പ്രൈസാണ് എക്സസൈസ് പ്രൈസ്. ഹയർ ദ എക്സസൈസ് പ്രൈസ് ലോവർ വിൽ ബി ദ വാല്യൂ ഓഫ് ദ കോൾ ഓപ്ഷൻ. ഓക്കെ, എക്സസൈസ് പ്രൈസ് കൂടുന്തോറും കോൾ ഓപ്ഷൻ്റെ വാല്യൂം കുറയും. എക്സസൈസ് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ അഗ്രി ചെയ്യുന്ന പ്രൈസ്. ഇപ്പോൾ 100 രൂപയാണ് നമ്മളെടുത്തൊരു സ്ട്രൈക്ക് പ്രൈസ് എന്നുണ്ടെങ്കിൽ 100 രൂപക്ക് ഒരു ഓപ്ഷൻ ഫ്യൂച്ചറിൽ മേടിക്കാനുള്ള അഗ്രിമെൻ്റാണ് നമ്മളെടുത്തത്. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് വില ആ ഒരു അസറ്റിന് ഓക്കെ, സോ ഒരു അസറ്റ് ഇന്ന് മാർക്കറ്റിലുള്ള വില 200 രൂപയാണെന്ന് വെക്കാം. നമ്മൾ അതിനൊരു കോൾ ഓപ്ഷൻ എടുത്തു. ആ കോൾ ഓപ്ഷൻ പക്ഷേ അവൈലബിൾ ആയത് ഇന്ന് 200 രൂപയാണ്. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് അസറ്റ് മേടിക്കാനുള്ള ഒരു അഗ്രിമെൻറ്റിനുള്ള കോൾ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 300 രൂപയ്ക്കാണെന്ന് വെക്കാം. അപ്പോൾ ഇന്ന് 200 രൂപ മാർക്കറ്റിലുള്ള വിലയാണ്. ഫ്യൂച്ചറിൽ എന്താവും നമുക്കറിയില്ല. പക്ഷേ കോൾ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് 300 റുപ്പീസിനാണ്. സോ നമ്മൾ ഇൻക്രീസ് ഇൻ പ്രൈസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇന്ന് മാർക്കറ്റിൽ ഉള്ളതിനേക്കാളും വലിയൊരു വില കൊടുത്തിട്ടാണ് നമ്മൾ കോൾ ഓപ്ഷനിൽ അഗ്രിമെൻറ്റ് എടുക്കുന്നത്. സോ മാർക്കറ്റിലുള്ള വിലയിനേക്കാളും ഹയർ ആണ് എക്സസൈസ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ആ കോൾ ഓപ്ഷന് നമ്മൾ കൊടുക്കേണ്ട പ്രീമിയം ലോവർ ആവും. സോ ഓൾറെഡി നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് കോൾ ഓപ്ഷൻ മേടിക്കേണ്ടത്. സോ അതിന് ചാർജ് ചെയ്യുന്ന പ്രീമിയം കമ്പാരിറ്റീവ്ലി ലോവർ ആവും. The value of the call is determined by the differentials in the spot price and exercise price. ഒരു കോൾ ഓപ്ഷൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്പോട്ട് പ്രൈസിലും എക്സൈസ് പ്രൈസിലുമുള്ള ഡിഫറൻസ് പ്രകാരമാണ്. With the increase in exercise price, the price of the call falls. എക്സസൈസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോളിൻ്റെ പ്രൈസും കുറയും. ഫോർ എ പുട്ട് ഓപ്ഷൻ, ഹയർ ദ എക്സസൈസ് പ്രൈസ്, ഹയർ വിൽ ബി ദ ഓപ്ഷൻ പ്രൈസ്. ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസ് പറയാം. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ കേസ് ആണെങ്കിൽ ഹയർ എക്സസൈസ് പ്രൈസ് ആണെങ്കിൽ ഓപ്ഷൻ പ്രൈസ് കൂടും. പുട്ട് ഓപ്ഷൻ എന്താണ്? അസറ്റ് സെല്ല് ചെയ്യാനുള്ള അഗ്രിമെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഷെയർ മാർക്കറ്റിൽ 200 രൂപക്കാണ് ഇന്ന് ഉള്ളത്. നമുക്ക് ഫ്യൂച്ചറിലാണ് വിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 200 രൂപേനേക്കാളും വലിയ എമൗണ്ട് 300 രൂപക്ക് വിൽക്കാനുള്ള റൈറ്റ് എടുത്തു. സോ 200 രൂപയാണ് ഇന്ന് മാർക്കറ്റുള്ളൂ, പക്ഷെ നമ്മൾ അതിനേക്കാളും വലിയ എമൗണ്ടിന് വിൽക്കാനുള്ള റൈറ്റ് എടുത്തു. സോ നമുക്കത് ഫേവറബിൾ ആണ് അല്ലേ? പക്ഷേ നമുക്ക് ഈ പുട്ട് ഓപ്ഷൻ തരുന്ന ആൾ, നമ്മൾ വിൽക്കാനുള്ള റൈറ്റാണ് എടുക്കുന്നത്. സോ പുട്ട് ഓപ്ഷൻ തരുന്ന ആൾ എന്ത് ചെയ്യണം? നമ്മളെ കയ്യിൽ നിന്ന് അത് മേടിക്കണം. സോ മാർക്കറ്റിലുള്ള പൈസനേക്കാളും വലിയ എമൗണ്ട് തന്നിട്ടാണ് മേടിക്കുക എന്ന് പറയുന്നത്. സോ അയാളെ സംബന്ധിച്ചിടത്തോളം അത് റിസ്ക് ആണ്. സോ ഒരു പുട്ട് ഓപ്ഷനിൽ എക്സസൈസ് പ്രൈസ് കൂടുന്തോറും ഓപ്ഷൻ പ്രൈസും ഇൻക്രീസ് ചെയ്യും. സോ ഇതാണ് റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈം ടു എക്സ്പയറേഷൻ. ഇപ്പോൾ ടൈം ടു എക്സ്പയറേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. അതിനി കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ, ഏത് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണെങ്കിലും ഹയർ ദ ടൈം ടു എക്സ്പയറേഷൻ ഹയർ വിൽ ബി ദ പ്രീമിയം. കാരണം ടൈം കൂടുന്തോറും എന്തൊക്കെയാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, വലിയ ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഇൻക്രീസ് ആയിട്ടുള്ള കോൾ ആൻഡ് പുട്ടിന് ലോവർ ടൈം ഉള്ളതിനേക്കാളും പ്രൈസ് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ വൊളാറ്റിലിറ്റി ഓർ വേരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ അസറ്റ്. ഒരു അസറ്റിൻ്റെ വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ വേരിയബിലിറ്റി അതിൻ്റെ ഓപ്ഷൻ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉള്ള അസറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഷെയറൊക്കെ ആണെങ്കിൽ ഹൈലി വൊളാറ്റൈലാണ്, എന്നും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹയർ ദ വൊളാറ്റിലിറ്റി ഹയർ വിൽ ബി ദ പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റും ഓപ്ഷൻ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ദ ലോവർ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സൈസ് പ്രൈസ്. സോ ഇൻട്രസ്റ്റ് റേറ്റും ഓപ്ഷൻ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആകുമ്പോൾ നമുക്കൊരു അസറ്റ് മേടിക്കാനും അതിനെ ക്യാരി ചെയ്യാനുമുള്ള കോസ്റ്റ് കൂടുതലാണ്. സോ ഇത്ര മനസ്സിലാക്കുക. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാവുമ്പോൾ എക്സസൈസ് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കുറയും. അതുകൊണ്ട് കോളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, പുട്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ്ഡും ആയിരിക്കും, പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ ഡിക്രീസ്ഡും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിവിഡൻഡ്.
Value of the ownership accrue only to the holder of the asset and not to the holder of the derivative. ഒരു ഓണർഷിപ്പ് ഒരു അസറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ബെനഫിറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് ഉണ്ടാവുന്ന ഓണർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് അസറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാണ് ഉണ്ടാവുക, അല്ലാതെ ഡെറിവേറ്റീവ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കല്ല. When the dividends are paid, the value of the asset in the market decreases by the equivalent amount. So അസറ്റ് ഹോൾഡറിന് നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ അസറ്റിൻ്റെ വാല്യൂ കുറയും. ഓക്കെ, അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ മാർക്കറ്റിൽ കുറയുമ്പോൾ ഇൻക്രീസ് ഇൻ ഡിവിഡൻഡ് ആകുമ്പോൾ മാർക്കറ്റിൽ അസറ്റിൻ്റെ വാല്യൂ കുറയും എന്ന് പറഞ്ഞു. അപ്പോൾ കോളിൻ്റെ വില കുറയും. ഓക്കെ, ആൻഡ് വാല്യൂ ഓഫ് ദ പുട്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ്. പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ കോൾ ഓപ്ഷൻ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും, പുട്ട് ഓപ്ഷൻ്റെത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കോൾ ഓപ്ഷൻ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്. പുട്ട് കോൾ പാരിറ്റി മീൻസ് പാരിറ്റി ഇൻ ദ വാല്യൂ ഓഫ് യൂറോപ്യൻ കോൾ ആൻഡ് യൂറോപ്യൻ പുട്ട്. പുട്ട് കോൾ പാരിറ്റി എന്ന് പറയുന്നത് യൂറോപ്യൻ കോളും യൂറോപ്യൻ പുട്ടും തമ്മിലുള്ള പാരിറ്റിയാണ്. അപ്പോൾ യൂറോപ്യൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ്, നമുക്ക് ഏത് സമയവും എക്സൈസ് ചെയ്യാം എന്നുള്ള കോൺട്രാക്റ്റിനെയാണ് യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയാം. സോ ഒരു യൂറോപ്യൻ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്. It states the value of the European call with a certain exercise price and expiry date is equal to the value of an European put with the same exercise price and same expiry date. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പറയുന്നത് ഒരു യൂറോപ്യൻ കോളും യൂറോപ്യൻ പുട്ടും ഉണ്ട്, രണ്ടിൻ്റെയും എക്സസൈസ് പ്രൈസും എക്സ്പയറി ഡേറ്റും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യൂറോപ്യൻ കോളിൻ്റെയും യൂറോപ്യൻ പുട്ടിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും എന്ന് പറയുന്ന ഒരു തിയറിയാണ്. സോ the put call parity relationship states that there is no arbitrage between the value of a European call and put option with the same strike price and expiry date of the same underlying asset. So put call parity relationship പറയുന്നത് ഒരു യൂറോപ്യൻ കോളും യൂറോപ്യൻ പുട്ടും ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും എക്സൈസ് പ്രൈസും എക്സ്പയറേഷൻ ഡേറ്റും സെയിം ആണെങ്കിൽ രണ്ടും തമ്മിലൊരു ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. ആർബിട്രേജ് എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ സെയിം ആണെങ്കിൽ രണ്ടിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് ഒരു ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പുട്ട് കോൾ പാരിറ്റി ഷോസ് ദ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് എ പുട്ട് ഓപ്ഷൻ ആൻഡ് കോൾ ഓപ്ഷൻ ഓൺ ദ സെയിം അണ്ടർലൈങ് അസറ്റ് വിത്ത് ഐഡൻറ്റിക്കൽ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് എക്സ്പയറി. സോ ഈ പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ഒരു പുട്ട് ആൻഡ് കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസും എക്സ്പയറി ഡേറ്റും അണ്ടർലൈങ് അസറ്റും തമ്മിലുള്ള. അപ്പോൾ പുട്ട് കോൾ പാരിറ്റി പറയുന്നത് C plus PV E equal to P plus S. അതായത് സി എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കോളാണ്, ഒരു കോൾ ഓപ്ഷൻ്റെ കറൻറ്റ് വാല്യൂ. പി വി പ്രസൻറ്റ് വാല്യൂ, പി വി ഇ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് എക്സൈസ് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസ് ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് സ്ട്രൈക്ക് പ്രൈസ് ഇ ഡിസ്കൗണ്ടഡ് ഫ്രം ദ എക്സ്പയറേഷൻ ഡേറ്റ് അറ്റ് എ സ്യൂട്ടബിൾ റിസ്ക് ഫ്രീ റേറ്റ്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടല്ലോ, എത്രയാണ് അഗ്രി ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസ്, അതിൻ്റെ ഡിസ്കൗണ്ടഡ് വാല്യൂ ആണ്, ഫ്യൂച്ചർ വാല്യൂവിനെയാണ് പി വി ഇ കാണിക്കുന്നത്. ഇനി നമുക്ക് ആ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇ എന്നുള്ളതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇ ഹോൾ റൈസ് ടു മൈനസ് ആർ ടി. ഈ എക്സ്പോണൻ്റ് ആണ്, ഈ ഹോൾ റൈസ് ടു മൈനസ് ആർ ടി. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ 2.7183. പിന്നെ ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടി എന്ന് പറയുന്നത് ടൈം ഓഫ് എക്സ്പയറേഷൻ. ദെൻ അപ്പോൾ സി പ്ലസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇ ഈസ് ഈക്വൽ ടു പി പ്ലസ് എസ്. പി എന്ന് പറയുന്നത് കറണ്ട് വാല്യൂ ഓഫ് പുട്ട്, എസ് ഈസ് ഈക്വൽ ടു കറണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ അതാണ് പുട്ട് കോൾ പാരിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ്. ഇനി എന്താണ് ഒരു പുട്ട് കോൾ പാരിറ്റിയുടെ ഇമ്പോർട്ടൻസ്? പുട്ട് കോൾ പാരിറ്റി പ്രിൻസിപ്പിൾ ലിങ്ക് ദ പുട്ട് ആൻഡ് കോൾ ഓപ്ഷൻ പ്രൈസസ്. ഒരു പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ പ്രൈസിൻ്റെയും രണ്ടിൻ്റെയും പ്രൈസിനെ ലിങ്ക് ചെയ്യും. പുട്ട് കോൾ പാരിറ്റി പ്രിൻസിപ്പിൾ റിലേറ്റ്സ് പ്രൈസ് ഓഫ് കോൾ, പുട്ട്, സ്റ്റോക്ക് ആൻഡ് ബോൺഡ്സ്. കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രൈസിനെയും ഒക്കെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്യുന്നുണ്ട്. പുട്ട് കോൾ പാരിറ്റി ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് ഗിവൺ ദ പ്രൈസ് ഓഫ് എ കോൾ വൺ ക്യാൻ ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് എ പുട്ട്. അപ്പോൾ പുട്ട് കോൾ പാരിറ്റി പറയുന്നത് നമുക്കൊരു കോൾ ഓപ്ഷൻ്റെ പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും.
It can be used for checking arbitrage opportunities resulting from mispricing of call and puts. അപ്പോൾ കോൾ ആൻഡ് പുട്ടിൻ്റെ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും മിസ്പ്രൈസിങ് പ്രകാരം വരുന്ന ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പിനെ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഈസ് 155. ഒരു ഷെയർ ഉണ്ട്, ആ ഷെയറിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 155 റുപ്പീസാണ്. ദ വൊളാറ്റിലിറ്റി ഓഫ് ദ ഷെയർ ഈസ് മെഷേർഡ് ആസ് 20%. ആ ഷെയറിൻ്റെ വൊളാറ്റിലിറ്റി മെഷർ ചെയ്യുന്നത് 20%. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 8% പെർ ആനം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. ദർ ഈസ് എ കോൾ ഓപ്ഷൻ ആൻഡ് എ പുട്ട് ഓപ്ഷൻ ആണ് ഷെയർ. ടൈം ടു എക്സ്പയറേഷൻ ഇസ് 6 months വിത്ത് എക്സൈസ് പ്രൈസ് ഓഫ് 150. ഒരു കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ടിൻ്റെയും എക്സൈസ് പ്രൈസ് 150 ആണ്. എക്സ്പയറേഷൻ ഡേറ്റ് 6 months ആണ്. കാൽക്കുലേറ്റ് പുട്ട് ഓപ്ഷൻ പ്രൈസ് യൂസിങ് പുട്ട് കോൾ പാരിറ്റി തിയറി. അപ്പോൾ നമുക്ക് പുട്ട് കോൾ പാരിറ്റി തിയറി പ്രകാരം പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. കോൾ പ്രൈസ് ഈസ് ഈക്വൽ ടു 12. കോൾ ഓപ്ഷൻ്റെ ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് 12 ആണ്. നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സി പ്ലസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഈസ് ഈക്വൽ ടു പി പ്ലസ് എസ്. അതിൽ പി ആണ് നമ്മളുടെ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ സി പ്ലസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇ, എസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ സി പ്ലസ് പി വി ഇ മൈനസ് എസ് ഈസ് ഈക്വൽ ടു പി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. പി ഈക്വൽ ടു സി പ്ലസ്, നമ്മൾ ആ നേരത്തെ ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊണ്ടുവന്നിട്ട് പീനെ അങ്ങോട്ട് നിർത്തി കൊണ്ടുവന്ന ഇക്വേഷനാണ്. പി ഈക്വൽ ടു സി പ്ലസ് ഈ ഇക്വേഷനിൽ നിന്ന് കാണുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇ നമ്മൾ പറഞ്ഞു, അതിന് നമുക്ക് ഇ ഹോൾ റേസ് ടു മൈനസ് ആർ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സി പ്ലസ് ഇ ഹോൾ റേസ് ടു മൈനസ് ആർ ടി മൈനസ് എസ് എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി എന്താണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ്റെ പ്രൈസിനെയാണ് പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. കോൾ പ്രൈസ് ഈസ് 12. അപ്പോൾ 12 എഴുതി. എസ് ഇസ് ഈക്വൽ ടു എന്താണ്? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. അസറ്റിൻ്റെ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ അതെന്താണ്? 155 ആണെന്ന് തന്നിട്ടുണ്ട്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഈസ് 155 ഈക്വൽ ടു എക്സസൈസ് പ്രൈസ് ആണ്. അത് കോൾ ഓപ്ഷൻ്റെ പ്രൈസ് രണ്ടിൻ്റെയും 150 ആണ് തന്നിട്ടുണ്ട്. സോ 150. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% തന്നിട്ടുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 6. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. പി ഈക്വൽ ടു 12 പ്ലസ് ഇ ഹോൾ റേസ് ടു മൈനസ് ആർ ടി. ഓക്കെ, ഇവിടെ ഇ എന്ന് പറയുന്നത് 150 ആണ്. സോ 12 പ്ലസ് 150 P is equal to C എന്ന് പറയുന്നത് 12 എഴുതി പ്ലസ് E ഇൻറ്റു ഈ ഇക്വേഷനിലെ എക്സ്പോണൻഷ്യലിൻ്റെ മുന്നേ ക്യാപിറ്റൽ ഇയും കൂടിയും വേണം. ഓക്കെ, സോ 150 ഇൻറ്റു ഇയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് 2.7183 എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഹോൾ റേസ് ടു പവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓക്കെ. സോ 12 പ്ലസ് ഇൻ്റെ വാല്യൂ 150 ഇൻറ്റു 2. ഹോൾ റേസ് ടു 2.7183 ഹോൾ റേസ് ടു പവർ 8% ഇൻട്രസ്റ്റ് 0.08 ആണ്. ടി എന്ന് പറയുന്നത് 6/12 ആണ്. മൈനസ് എസ് എന്ന് പറയുന്നത് എസ് എന്താണ്? 155 എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് 155. പിന്നെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.112 കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ആദ്യം നമ്മൾ ബോർഡ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് 0.08 ഇൻറ്റു 6/12 ആണ്. 6/12 എടുക്കുന്നത് 6 months ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ 12 വർഷത്തിൽ 6 months എന്നുള്ളത് 6/12 എടുക്കും. 0.08ഉം 6/12 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 0.04 എന്നാണ് കിട്ടുക. അപ്പോൾ ഇക്വേഷനിൽ ആദ്യം നമ്മൾ ബോർഡ് മാസ് പ്രകാരം മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ അടുത്ത ലൈനക്ക് 12 പ്ലസ് 150 ഇൻറ്റു 2.7183 എക്സ്പോണൻഷ്യലിൻ്റെ വാല്യൂ ഹോൾ റേസ് ടു 0.04. 0.04 എന്നുള്ളത് നമ്മൾ ഇത് ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയത് മൈനസ് 155. ഓക്കെ, ഇനി നമ്മൾ എക്സ്പോണൻഷ്യൽ
ആദ്യം കാണാം. 2.7183 എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ 0.9608 കിട്ടും. അത് അപ്ലൈ ചെയ്യുക. പിന്നെ അടുത്തത് ഇൻറ്റു ചെയ്യാനുള്ളത് പിന്നെയും ചെയ്യാം. 12 + 150 × 0.9608, അപ്പോൾ നമുക്ക് 144.12 കിട്ടും. ഇക്വേഷൻ എടുത്ത് എഴുതുക. P = 2 + 144.12 - 155. അത് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡീഷനാണ് ചെയ്യുന്നത് ബോർഡ് മാസ് റൂൾ അനുസരിച്ച്. 12 + 144.12 ചെയ്യുക -155. സോ ആൻസർ ഈസ് 1.12. ഓക്കെ, സോ ഇത് ചെയ്ത് നോക്കുക. ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ബോർഡ് മാസ് റൂൾ ഉണ്ട്. ഇപ്പോൾ ബോർഡ് മാസ് റൂൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യണം. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക, പിന്നെ ഇൻറ്റു ഉള്ളത് ആദ്യം ചെയ്യുക, എക്സ്പൊണൻഷ്യൽ ഉള്ളത് ചെയ്യുക, പിന്നെ ബോർഡ് മാസിൽ ആദ്യം ഡിവൈഡ് ഉള്ളത് ചെയ്യണം. ഓക്കെ, ബോർഡ് മാസ് എന്ന് പറഞ്ഞാലേ ബ്രാക്കറ്റ് ആദ്യം നീക്കുക, പിന്നെ ഡിവിഷൻ ആദ്യം ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആദ്യം, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഈ ഇക്വേഷനിൽ ആദ്യം നമ്മൾ 6/12 എന്നുള്ളതിനെ ഡിവിഷൻ ആയതുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തു, പിന്നെ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ എക്സ്പൊണൻഷ്യൽ കണ്ടു, പിന്നെ ആദ്യം അഡീഷൻ ചെയ്തു, പിന്നെ സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണ് കേട്ടോ. സോ ഇത് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. സോ താങ്ക് യു.